ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. മക്കളെ, നമ്മുടെ സോഷ്യൽ എക്സാം ഇതാ വന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സോഷ്യൽ എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പോർഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് മിഡീവൽ വേൾഡ്, മധ്യകാല ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. നമുക്കറിയാം, മധ്യകാല ലോകം എന്ന് പറയുന്നത് ഏത് സമയമാണ്, ഏത് പീരീഡാണ് നമുക്ക് പറയുന്നത്? 5-ാം നൂറ്റാണ്ടിനും 15-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ മിഡീവൽ പീരീഡ് എന്ന് യൂഷ്വലി പറയാം. ഈ മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളും പല ആളുകളെ നമ്മുടെ യൂറോപ്പിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ കിങ്ങിന് ആ സമയത്ത് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ജനങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞു വരുമ്പോൾ കിങ്ങിന് അതൊന്നും എന്താണ് നമ്മൾക്ക് സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ കിങ് എന്ത് ചെയ്യാണ്? അവിടെ ഒരു പുതിയ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. സോ ആ സിസ്റ്റം എന്താണെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം എന്തിനാണ് ഈ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? അപ്പം ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി. അപ്പൊ ആരാണോ ജനങ്ങളെ രക്ഷിക്കുന്നത് അവർക്ക് ഭൂമി ദാനമായി നൽകും. അതായത് ആരൊക്കെ നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അവർ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നു, രാജ്യത്തിന് സംരക്ഷിക്കുന്നു, അവർക്ക് ഭൂമി നൽകും എന്ന രീതിയിലായിരുന്നു ഒരു സിസ്റ്റം സ്റ്റാർട്ട് ചെയ്ത്. സോ ഈ സിസ്റ്റമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് നമുക്ക് നോക്കാം. അപ്പൊ സിസ്റ്റത്തിന്റെ പേര് മിസ് ലാസ്റ്റ് പറഞ്ഞു തരാം. അപ്പം ഇവിടെ ശ്രദ്ധിച്ചേ മക്കളെ, ഈ ഒരു സിസ്റ്റം പ്രകാരം ഹൈ പൊസിഷനിൽ ഉണ്ടായിരുന്നത് ആരായിരുന്നു? രാജാവായിരുന്നു. എല്ലാ ഭൂമിയുടെ അവകാശം എന്താണ്? രാജാവിനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ രാജാവ് എന്ത് ചെയ്തു? ഒരുപാട് അറ്റാക്കുകളും കാര്യങ്ങളും പല സ്ഥലത്തു നിന്ന് ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹം തന്റെ രാജ്യത്തെ സംരക്ഷിക്കുന്ന ആരൊക്കെയാണോ അവർക്ക് ഭൂമി ദാനമായി നൽകാൻ തുടങ്ങി. പക്ഷെ ആ ഭൂമിയുടെ ഒരു അധികാര പരിധി അല്ലെങ്കിൽ ഉന്നത പദവിയിലിരിക്കുന്ന രാജാവ് തന്നെയായിരിക്കും. അങ്ങനെ ഭൂമി അദ്ദേഹം എന്ത് ചെയ്തു? ആരാണോ സഹായിക്കുന്നത് അവർക്ക് ദാനമായി നൽകും. അങ്ങനെ പ്രഭുക്കന്മാർക്ക് രാജാവ് ഭൂമി ദാനമായി നൽകുന്നു. അതിന്റെ ഫലമായിട്ട് പ്രഭുക്കന്മാർ എന്തു നൽകുന്നു? രാജാവിന് എന്തു നൽകുന്നു? സൈനിക സഹായം നൽകുന്നു. എന്ത് നൽകുകയാണ്? സൈനിക സഹായം നൽകുന്നു. അപ്പം ഇത്തരത്തിൽ സൈനിക സഹായം ആർക്ക്? രാജാവിന് കിട്ടുകയും ചെയ്തു. ഭൂമിയുടെ അവകാശം മൊത്തത്തിൽ അങ്ങോട്ട് പോയിട്ടില്ല താനും. അങ്ങനെ പ്രഭുക്കന്മാരുടെ കയ്യില്, ലോർഡ്സിന്റെ കയ്യിൽ എന്ത് കിട്ടി? ഭൂമി ലഭ്യമായി. അപ്പം ലോർഡ്സ് എന്ത് ചെയ്തു? ഈ ഭൂമി ആർക്ക് കൊടുക്കുകയാണ്? ഇടപ്രഭുക്കന്മാർക്ക് കൊടുക്കുകയാണ്. ആർക്കാ കൊടുക്കുന്നത്? ഇടപ്രഭുക്കന്മാർക്ക്. അപ്പോ ഇടപ്രഭുക്കന്മാരോട് എന്തു പറയുകയാണ്? ഞങ്ങൾക്കേ സൈനിക സഹായം വേണം കേട്ടോ, വെറുതെ ഭൂമി എന്ത് ചെയ്യില്ല, തരില്ല. അപ്പൊ എന്ത് നടക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്? കിങ്ങിന്റെ ഭൂമി പ്രഭുക്കന്മാർക്ക് കൊടുക്കുന്നു. അതിന് പകരമായിട്ട് എന്തു വാങ്ങുന്നു? സൈനിക സഹായം, മിലിറ്ററി ഹെൽപ്പ് കിട്ടുന്നു പറയുന്നു. ഈ പ്രഭുക്കന്മാര് ആ ഭൂമി ഇടപ്രഭുക്കന്മാർക്ക് നൽകുന്നു. അവരോടും എന്തു ചെയ്യുന്നു? സൈനിക സഹായം വേണമെന്ന് പറയുന്നു. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഇത്തരത്തിലുള്ള ഭൂമിയിൽ എന്തു ചെയ്യുന്നു? നമ്മുടെ കർഷകരെ കൊണ്ട് കഷ്ടപ്പെട്ട് എന്തു ചെയ്യുന്നു? ജോലി ചെയ്യിപ്പിക്കുന്നു, അല്ലെ? അപ്പൊ മക്കളെ, ഇവിടെ എങ്ങനെയാണ് ഒരു പുതിയ സിസ്റ്റം ഡെവലപ്പ് ആവുന്നതെന്ന് മനസ്സിലായല്ലോ. സോ ഈ സിസ്റ്റത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഫ്യൂഡലിസം. എന്താ നമ്മൾ ഇവരെ വിളിച്ചിട്ടുണ്ടായിരുന്നത്? എന്ത് പേരായിരുന്നു ഇവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നത്? യെസ്, ഫ്യൂഡലിസം. യെസ്, നമുക്ക് നോക്കാം. ഫ്യൂഡലിസം. ഈ ഫ്യൂഡലിസം എഴുതുന്നതുകൊണ്ട് ഇംഗ്ലീഷുകാർക്ക് വേറെ വരുന്നൊന്നും കരുതണ്ട കേട്ടോ. ഇംഗ്ലീഷുകാർക്കും മലയാളംകാർക്കും ഒരൊറ്റ പേരേ ഉള്ളൂ. എന്താ? ഫ്യൂഡലിസം. അപ്പൊ രണ്ട് കൂട്ടരും കൂടി വീതം വെച്ചെടുത്തോളാം. അപ്പം ഫ്യൂഡലിസത്തിലെ സിസ്റ്റം ഒക്കെയാണ് മിസ് ദാ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ ഭൂമി എന്താണ്? തുണ്ടുകളായിട്ട് എന്തു ചെയ്യാണ്? ഇങ്ങനെ വിഭജിക്കുന്നതിനെയാണ് നമ്മൾ ആ ഒരു സാമൂഹ്യ സ്ഥിതിയാണ് ഫ്യൂഡലിസം എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഫ്യൂഡലിസത്തിന് ഏറ്റവും താഴെ തട്ടിലുള്ള ആരായിരിക്കും? ഒബ്വിയസ്ലി കർഷകരായിരിക്കും. അവർ ഒരുപാട് കഷ്ടപ്പെടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പ്രഭുക്കന്മാരുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു വിശാലമായ പ്രദേശം എന്ത് പേരിലായിരുന്നു അറിയപ്പെട്ടത്? മാനർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. എന്ത് പേരിലാണ് അറിയപ്പെട്ടത്? മാനർ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടത്. ഓരോ മാനറിലും കൃഷിഭൂമിക്ക് പുറമെ മേച്ചിൽ സ്ഥലങ്ങളും പ്രഭുവിന്റെ വീടുകളും മില്ലുകളും കർഷകരുടെ ഹണ്ട് കുടിലുകളും അവര് പ്രാർത്ഥിക്കുന്ന ഒരു പ്രേഹാളൊക്കെ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുമായിരുന്നു എന്നാട്ടോ പറഞ്ഞു വരുന്നത്. അപ്പം ഈ ഒരു ഫ്യൂഡലിസം എന്ന വാക്ക് എവിടെ നിന്നാണ് വന്നതെന്ന് നമുക്ക് അടുത്തത് മക്കളെ നോക്കാം. എവിടെ നിന്നാണ് വന്നത്? ജർമ്മൻ പദമായ ഫ്യൂഡ് എന്നാണ് ഫ്യൂഡലിസം വന്നത്. ദ വേർഡ് ഫ്യൂഡലിസം വാസ് derived ഫ്രം ജർമ്മൻ വേർഡ് ഫ്യൂഡ്. ഫ്യൂഡിന്റെ അർത്ഥം എന്താ? പീസ് ഓഫ് ലാൻഡ്. പീസ് ഓഫ് കേക്ക് അല്ല, പീസ് ഓഫ് ലാൻഡ്.
ഒരു തുണ്ട് ഭൂമി എന്നാണ്. അത് തന്നെയല്ലേ ഇവിടെ പറയുന്നത്. ഭൂമി എന്താ, തുണ്ട് തുണ്ടായിട്ട് എന്താ, പീസ് പീസായിട്ട് എന്താ, ഭാഗം വെച്ചു കൊടുക്കുക അല്ലെ. അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്, ഫ്യൂഡലിസം എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ യൂറോപ്പില് ഫ്യൂഡലിസം എന്ന് പറയുന്ന ഒരു സാമൂഹിക സ്ഥിതി ഉടലെടുക്കാനിടയായ സാഹചര്യങ്ങളും എന്താണ് ഫ്യൂഡലിസം എന്നും ഫ്യൂഡലിസത്തിന്റെ ഹൈ പൊസിഷനിൽ ആരാണെന്നും അതിന്റെ താഴത്തെ പൊസിഷനിൽ ദെൻ ഏറ്റവും ലാസ്റ്റ് ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഫസ്റ്റ് പൊസിഷനിൽ ആരാ, കിങ് ആയിരിക്കും, ദെൻ ലോഡ്സ് ആയിരിക്കും, ദെൻ ലെസർ ലോഡ്സ് കർഷകർ, രാജാവ്, പ്രഭുക്കന്മാർ, ഇടപ്രഭുക്കന്മാർ, കർഷകർ എന്നിങ്ങനെയായിരിക്കും. ഫ്യൂഡലിസം എന്ന വാക്ക് ജർമ്മൻ പദമായ ഫ്യൂഡ് എന്നാണ് ഡെറൈവ് ചെയ്തിട്ടുള്ളത്. ഫ്യൂഡ് എന്നതിന്റെ അർത്ഥം എന്താണ്, എ പീസ് ഓഫ് ലാൻഡ്, ഒരു തുണ്ട് ഭൂമി എന്നതാണ്. അപ്പൊ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്റെ മക്കളെല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതണം. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിന്റെ ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫ്യൂഡലിസം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അപ്പം എല്ലാ എന്റെ കുഞ്ഞുമക്കൾക്കും, ഇത് കാണുന്ന എന്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും ഒരു ഓൾ ദ ബെസ്റ്റ്. സെറ്റ് ആയിട്ട് പവറായിട്ട് അടിപൊളിയായിട്ട് പരീക്ഷ ചെയ്ത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് റോബർട്ട്സ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us, dears.